72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ജൂറി അധ്യക്ഷൻ ജയരാജാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന് വലിയ തിളക്കമാണ് ഈ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ബെസ്റ്റ് ആക്ടറായി, മികച്ച നടനായി മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭ്രമയുഗം സിനിമയിലെ അസാധ്യ പ്രകടനത്തിനാണ് മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിന് അവിസ്മരണീയമായ ഒരധ്യായം കൂടി കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കിയപ്പോൾ ഇതുവരെ ഉള്ള സിനിമാ സങ്കല്പങ്ങൾ തിരുത്തിക്കുറിക്കുന്ന ഒരു ചിത്രത്തിനാണ് ഇത്തരത്തിൽ ദേശീയ അവാർഡ് കൈവന്നിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മികച്ച സഹനടൻ, സഹനടി പുരസ്കാരങ്ങൾ മലയാളി താരങ്ങളെ എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ മികച്ച നടനുള്ള പുരസ്കാരം തന്നെ മലയാളത്തിന്റെ മമ്മൂട്ടിക്ക് കൈവന്നിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അഞ്ജന ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അഞ്ജന, ഈ ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാളത്തിന്റെ വലിയൊരു തിളക്കം നമുക്ക് കാണാൻ കഴിയുന്നു. ഏതൊക്കെ പുരസ്കാരങ്ങളാണ് മലയാളത്തിന് കരഗതമായത്? നീലിമ, വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്കുള്ളത്. മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഭ്രമയുഗം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വീണ്ടും നാഷണൽ അവാർഡ് നേടിയിരിക്കുന്നത്. 4ാമത്തെ നാഷണൽ അവാർഡാണ് മമ്മൂട്ടി മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഫെമിനിച്ചി ഫാത്തിമ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും നേടിയിരിക്കുകയാണ്. അതോടൊപ്പം മികച്ച പിന്നണി ഗായികയായി വൈക്കം വിജയലക്ഷ്മിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചിത്രം ARMലെ അങ്ങുവാനക്കോണിൽ എന്ന ഗാനത്തിലൂടെയാണ് വൈക്കം വിജയലക്ഷ്മി മലയാള സിനിമയിലേക്ക് ഈ ഒരു അവാർഡ് എത്തിച്ചിരിക്കുന്നത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലൂടെ മികച്ച സിനിമ അവാർഡും മലയാളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളികൾ കാത്തിരുന്ന കുടുംബൻ പോറ്റി എന്ന കഥാപാത്രം മമ്മൂക്ക അവതരിപ്പിച്ച് അവിസ്മരണീയമാക്കിയ കഥാപാത്രത്തിലൂടെ മികച്ച നടൻ എന്നുള്ള അവാർഡ് മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മനയിലേക്ക് ദേശീയ അവാർഡും എത്തിയിരിക്കുന്നുള്ള ഒരു സന്തോഷമാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. ആരാധകരും പ്രേക്ഷകരും നിരൂപകരും അടക്കം ആ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് വീണ്ടും ഒരു നാഷണൽ അവാർഡ് മലയാള സിനിമയിലേക്ക് മമ്മൂക്കയിലൂടെ അവാർഡ് എത്തും എന്നുള്ളത്. എല്ലാ പ്രേക്ഷകരും കാത്തിരുന്നതാണ്. ആ കാത്തിരിപ്പിനാണ് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്നത്. മികച്ച നടൻ എന്നുള്ള അവാർഡ് മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം പറയാനുള്ളത്, മികച്ച നടൻ മമ്മൂക്കയോടൊപ്പം തന്നെ കാർത്തിക് ആര്യനും പങ്കിട്ടിട്ടുണ്ട്. ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലൂടെയാണ് അവാർഡ് കാർത്തിക് ആര്യനും നേടിയിരിക്കുന്നത്. ഒപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യാമി ഗൗതമാണ് ആർട്ടിക്കിൾ 370 എന്ന സിനിമയിലൂടെ. ഭ്രമയുഗത്തിനൊപ്പം തന്നെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഷെഹനാദ് ജലാലാണ് ഇതിന് അർഹനായിരിക്കുന്നത്. ഒപ്പം മികച്ച ഹിന്ദി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീകാന്ത് എന്ന് പറയുന്നൊരു സിനിമയാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് വളരെയധികം അഭിമാനം ഉൾക്കൊള്ളുന്നൊരു സമയമാണ് ഇപ്പോൾ. കുടുംബൻ പോറ്റി എന്ന അവിസ്മരണീയമായ കഥാപാത്രത്തിലൂടെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടുള്ള സിനിമ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്ന കഥയും കഥാപാത്രവും മലയാളത്തിൽ വളരെയധികം പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയെടുത്തൊരു സിനിമയാണ്. ആ സിനിമയിലൂടെയാണ് മമ്മൂക്ക നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ. കൂട്ടിച്ചേർക്കാനുള്ളത്, മമ്മൂട്ടിയെ സംബന്ധിച്ചത് 4ാമത്തെ ദേശീയ പുരസ്കാരമാണ് അദ്ദേഹത്തിന്റെ ആ പ്രതിഭയെ തേടിയെത്തുന്നത്. അതുതന്നെയാണ് നീലിമ, 4ാമത്തെ ദേശീയ പുരസ്കാരമാണ് മമ്മൂക്ക തേടിയെത്തിയിരിക്കുന്നത്. ഒട്ടും തന്നെ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം കുടുംബൻ പോറ്റി എന്ന അദ്ദേഹം അവിസ്മരണീയമായി അവതരിപ്പിച്ച കഥാപാത്രം സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ ഓരോ പ്രേക്ഷകരും കണ്ടിരുന്നത് അത്രയേറെ ആ കഥാപാത്രത്തെ മാത്രമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമുക്ക് ആ കഥാപാത്രത്തോട് ഒരിക്കലും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല.